കൈനിറയെ അമൂല്യങ്ങളായ പുസ്തകക്കെട്ടുകളുമായി ഒരു ചെറു തോണിയിൽ അക്കരയ്ക്ക് യാത്ര ചെയ്യുകയാണ് ആ ഗുരു. പെട്ടെന്നുണ്ടായ കാറ്റിലും കോളിലും പെട്ട് തോണി വല്ലാണ്ടുലഞ്ഞു. തോണിക്കാരൻ ഭയപ്പെട്ടുകൊണ്ട് ഗുരുവിനോട് പറഞ്ഞു, ഗുരുവേ, നമ്മുടെ യാത്ര മുന്നോട്ട് നീങ്ങണമെങ്കിൽ തോണിയുടെ ഭാരം കുറയ്ക്കണം. നമുക്ക് ഈ പുസ്തകക്കെട്ടുകൾ ഈ നദിയിൽ ഉപേക്ഷിക്കാം. ഗുരു പറഞ്ഞു, അത് വേണ്ട, ഈ പുസ്തകങ്ങൾക്കുള്ളിൽ അമൂല്യങ്ങളായ അറിവുകളുണ്ട്. അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നീയാണെങ്കിലോ ഒരു കരയിൽ നിന്നും മറുകരയിലേക്ക് അനേകം പേരെ സുഗമമായി യാത്ര ചെയ്യുവാൻ സഹായിക്കുന്നവനാണ്. അതുകൊണ്ട് നിൻ്റെ ജീവനും പ്രധാനപ്പെട്ടതാണ്. എൻ്റെ ജീവിതം അത്രയ്ക്ക് പ്രാധാന്യമുള്ളതല്ല. അതുകൊണ്ട് ഞാൻ ഈ വെള്ളത്തിലേക്ക് ചാടി ഈ തോണിയുടെ ഭാരം കുറയ്ക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വെള്ളത്തിലേക്ക് എടുത്ത് ചാടി. പുസ്തകങ്ങളെക്കുറിച്ച് കേട്ടിട്ടുള്ള ഒരു ചെറു കഥയാണിത്. എന്നാൽ ഈ കഥ പറഞ്ഞു തരുന്ന സാരം വളരെ വലുതാണ്. ഓരോരുത്തരുടെയും ജീവിതം അർത്ഥവത്താവുന്നത് തനിക്ക് ചുറ്റുമുള്ളവരാണ് തന്നേക്കാൾ ശ്രേഷ്ഠർ എന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കുമ്പോഴാണ്. എന്നേക്കാൾ പ്രാധാന്യമുള്ളതാണ് ഈ പുസ്തകങ്ങളെന്നും ആ തോണിക്കാരനെന്നും ചിന്തിച്ച ഗുരുവിന് തൻ്റെ ജീവൻ അതിനുവേണ്ടി ബലി കൊടുക്കുവാൻ ഒരു ബുദ്ധിമുട്ടുമുണ്ടായില്ല. പ്രിയരെ, നമ്മുടെയും ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. നമുക്ക് ചുറ്റുമുള്ളവർ നമ്മളെക്കാൾ പ്രാധാന്യമുള്ളവരാണെന്ന രീതിയിൽ ചിന്തിച്ചാൽ അവർക്ക് വേണ്ടിയിട്ട് എന്തു ത്യാഗം ചെയ്യുവാനും നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലെന്നേ. ഗോഡ് ബ്ലെസ് യു.